ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്. അത് ഞാൻ എൻ്റെ സിസ്റ്റർ ഇൻ ലോയിൽ നിന്നും പഠിച്ചതാണ്. അതിന് ആപ്പിളപ്പം എന്നാണ് പറയുന്നത്. അത് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇനിയും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആപ്പിളപ്പം ഉണ്ടാക്കുന്നതിന് 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. 1.5 ടീസ്പൂൺ ഈസ്റ്റ്, 1.5 ടീസ്പൂൺ ഷുഗർ, അത് ഈസ്റ്റ് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ 3 ആപ്പിൾ. ആദ്യം ഞാൻ ഈസ്റ്റ് പ്രൂഫിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ ഈസ്റ്റ് ഒരു കപ്പിലേക്ക് ഇടുന്നു. അതിനുള്ള ഷുഗറും കൂടെ ആഡ് ചെയ്യുന്നു. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ലൂക്ക്വാം വാട്ടർ ആണ് അത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മൂടി വെക്കണം. ഈസ്റ്റ് പ്രൂഫിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആപ്പിൾ തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. ആപ്പിൾ പീൽ ചെയ്യുന്നതിന് നമ്മൾ ഇതിന്റെ മോൾവശവും അടിവശവും ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഇതിന് തൊലി കളയാനായിട്ട് എളുപ്പം സാധിക്കും. ആപ്പിള് അരിഞ്ഞെടുക്കാനായിട്ട് പോവുകയാണ്. ഇത് ഞാൻ 2ആയിട്ട് മുറിച്ച് പിന്നെ അത് 4 കഷ്ണങ്ങളാക്കി ഇതിൻ്റെ നടുക്കുള്ള ഈ കോറങ്ങ് എടുത്ത് മാറ്റി ഇങ്ങനെ ചെരിച്ചിങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. കട്ടിംഗ് ബോർഡ് വെച്ചെടുക്കാമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഒരുപാട് തിക്ക് ആകരുത്. ആപ്പിൾ ഞാൻ അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പൊടി കുഴച്ചു വെക്കാനായിട്ട് പോവുകയാണ്. ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പൊടിയിൽ ഒഴിച്ച് കുഴയ്ക്കണം. പൊടി കുഴച്ചെടുക്കുന്നതിന് നമുക്ക് സ്വല്പം ലൂക്ക്വാം വാട്ടറാണ് വേണ്ടത്. അത് നമ്മളൊരു ചപ്പാത്തിയുടെ കുഴയ്ക്കുന്ന പരുവത്തിൽ വേണം അത് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം ഒഴിക്കുമ്പം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പൊടി ഞാൻ കുഴച്ച് കഴിഞ്ഞു. ഇത് നമ്മൾ കുഴയ്ക്കുമ്പോൾ ചപ്പാത്തിയുടെ ഒരു പരുവത്തിലായിരിക്കണം. പക്ഷെ എന്നാൽ ഒരുപാട് ഹാർഡ് ആകരുത്. ഒരുമാതിരി സോഫ്റ്റ് ആയ പരുവത്തിൽ കുഴച്ച് വെക്കുക. അതുപോലെ തന്നെ ഇത് കുഴച്ചു കഴിഞ്ഞ് 6 മണിക്കൂർ നമ്മളിത് വെക്കണം. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കിന് നേരത്തെ തന്നെ ഈ മാവ് കുഴയ്ക്കുക. പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ആപ്പിൾ അരിഞ്ഞാൽ മതി. ഇനി ഞാനിത് ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഇട്ട് സ്വല്പം ചൂട് കിട്ടുന്ന സ്ഥലത്ത് ഇത് വെക്കാൻ പോവുകയാണ്. ഈ ഡൗ ഞാൻ നേരത്തെ കുഴച്ചു വെച്ചതാണ്. ഇതിലേക്ക് ഞാൻ ആപ്പിൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നു. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്ര ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് കൈകൊണ്ട് ഇത് ഞെരടി, ഈ ആപ്പിൾ ഇതിൽ ഞെരടി ചേർക്കണം. ആപ്പിൾ ഇട്ട് ഡൗ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് കൈകൊണ്ടാണ് കോരി എണ്ണയിലേക്ക് ഇടേണ്ടത്. ഇത് ഡീപ് ഫ്രൈ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിനാവശ്യമുള്ള എണ്ണ ഒഴിക്കണം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇത്രയുമാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇത് എണ്ണയിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഇതിൽ ചേർക്കാനുള്ള ആപ്പിൾ അരിയുമ്പോൾ വളരെ ചെറുതായിട്ടും ഫൈനായിട്ടും അരിയാവുള്ളൂ. എന്നാലേ നമുക്ക് ഇതുപോലെ ഞെരടി ചേർക്കാൻ പറ്റത്തുള്ളൂ. കന കൂടുതലുണ്ടെന്ന് വരികിൽ ഇതിൽ മിക്സ് ചെയ്ത് ഞെരടി ചേർക്കാനായിട്ട്
ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മൾ ഇടുമ്പോൾ ഷേപ്പിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് അങ്ങ് ഇട്ടാൽ മതി. ഇത് നല്ല ബ്രൗൺ ആകാനായിട്ട് തുടങ്ങുന്നുണ്ട്. നമ്മളിത് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു വശം തന്നെ അങ്ങ് മൂത്ത് പോകും. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിൽ ഞാൻ എടുക്കാൻ പോവുകയാണ്. ഇത് കോരി എടുത്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ ഇച്ചിരി ഷുഗർ സിനമൺ മിക്സർ നമ്മൾ അതിൽ സ്പ്രിങ്കിൾ ചെയ്യണം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ഷുഗറും 1 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടെ മിക്സ് ചെയ്തതാണ്. നമ്മൾ രണ്ടാമത്തെ ബാച്ച് എടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ആ പാത്രത്തിൽ നിന്ന് നമ്മൾ മാറ്റണം, അല്ലെങ്കിൽ എണ്ണമയോ അതിൽ കൂടുതൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഞാൻ ഇതിൽ ടേസ്റ്റ് നോക്കിയപ്പം ഒരു സ്വല്പം ഉപ്പിൻ്റെയും ഒച്ചിരി മധുരക്കുറവും ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഷുഗറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ആപ്പിളപ്പം ഉണ്ടാക്കിയപ്പോൾ വളരെ നന്നായിട്ട് വന്നു. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.